ഈദും ബർത്ത്ഡേയും കൂടി ഒരു ദിവസം വന്നപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി തറവാട്ടിക്ക് പോകുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ബർത്ത്ഡേ കാരനുള്ള ഗിഫ്റ്റാണ് ഈ പാക്ക് ചെയ്യുന്നത്. മുട്ടയാണ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തത് കേട്ടോ. ആള് ജിമ്മിന് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും മുട്ട ഭയങ്കര ആവശ്യമാണല്ലോ. പാക്ക് ചെയ്യുന്ന ചേച്ചി എന്ത് വൃത്തിയിലാണെന്നറിയോ അത് പാക്ക് ചെയ്ത് തന്നത്. രമണി നാട്ടാ ചേച്ചിയുടെ പേര്. സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ചേച്ചിക്ക്. MGMൽ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ്. പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാമെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ വളരെ സാവധാനമാണ് ഓപ്പൺ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അതായിട്ട് എല്ലാവരെയും കൊണ്ട് കാണിക്കാൻ കേട്ടോ. അങ്ങനെ ഗൈസ് പിറന്നാളിനും ഈദിനും കൂടിയായിട്ട് ഞങ്ങൾ വെച്ചത് മന്തിയാണ്. ഞങ്ങളല്ല കേട്ടോ, ഞങ്ങൾ ഇതൊക്കെ അതിന് ശേഷമാണ് അവിടെ എത്തുന്നത്. ഇവരെല്ലാവരും കൂടി വെച്ചതാണ് മന്തി. അങ്ങനെ ഇതാ അലമോളും അമ്മയും ഉണ്ണിയും ഇതാ അപ്പവും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ചോറുണ്ടു. മേമര വീട്ടിൽ നിന്നൊക്കെ മക്കളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെയാണ് കണ്ടത്. നിങ്ങൾ വിചാരിക്കും ഇത് എത്രയും തോനെ കുട്ടികളോന്നും ഇവിടെ. അപ്പോൾ അവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കുറേ അങ്ങനെയൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞിടയ്ക്ക് അലമോൾക്ക് ഉറക്കം വന്നിട്ട് അവളി ഉറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മഴയായിരുന്നു. നന്ദുട്ടനും ലച്ചുനും കണ്ണനും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വീണ്ടും മന്തി തട്ടി. അങ്ങനെ ഞങ്ങൾ മാങ്ങയൊക്കെ കൊണ്ടുവന്നു. ഇവിടെ വന്നാൽ മാത്രമേ ഈ ഇരുത്ത് ഇരിക്കാറുള്ളൂ കേട്ടോ. ഇങ്ങനെ പേര് നോക്കിയിരിക്കാൻ നല്ല രസമാണല്ലോ. അങ്ങനെ അമ്മരെ സ്വാഗത പ്രസംഗത്തോട് കൂടിയിട്ട് പരിപാടി ആരംഭിക്കുകയാണ്. ഞങ്ങൾ സിനിമ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു കളിയില്ലേ, അതിനെന്താ പറയുക, ആ കളിയാണ് കേട്ടോ കളിക്കാൻ പോണത്. അങ്ങനെ ആദ്യം ലച്ചു കേട്ടോ കളി തുടങ്ങിയത്. പിന്നെ ഓരോരുത്തരായിട്ട് കളിക്കാൻ തുടങ്ങി. ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി കൂടുമ്പോൾ ഈ കളിയാണ് ഫസ്റ്റ് ചൂസ് ചെയ്യാറ് കേട്ടോ. നല്ല രസമാണ്. എല്ലാ പ്രായക്കാർക്കും ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണല്ലോ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ട് എന്നാണാവോ ഇങ്ങനെ ഒരു കൂടൽ. ഇനി എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതേപോലെ ഒരു ദിവസം ഇപ്പം അടുത്തൊക്കെ കിട്ടുമെന്ന് തോന്നണേ ഇല്ല. കാരണം സ്കൂൾ തുറന്നാൽ എല്ലാവരും വഴിക്കും പോവും. പിന്നെ ഞങ്ങളാവും ഇടയ്ക്കൊക്കെ ഒന്നാണ്ട് പോണത്. പിന്നെ തന്നി ചേച്ചിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ സന്ധ്യയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ചെറിയ പിള്ളേരൊക്കെയാണ് വിളിച്ചത്. പാറുവാണ് നെക്സ്റ്റ് വന്നത്. പിന്നെ നന്ദുട്ടൻ. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു കേട്ടോ. ഇതിനിടയ്ക്ക് ഞങ്ങളെ രണ്ട് ചോട്ടാ പീസ് ഉണ്ട്, അലമോളും സാൻവിക്കുട്ടിയും. ഇവർ രണ്ടുപേരും കൂടി ഒപ്പിക്കും, പല പരിപാടികളും ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ പോയി നടന്ന് പലതും ചെയ്യുന്നുണ്ട്. അതിലിടയ്ക്ക് സ്റ്റെപ്പുമ്മേ ആരോ ഭസ്മം കുറച്ച് കൂടുതൽ കയ്യിൽ കിട്ടിയത് സ്റ്റെപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിള്ളേരാരോ ആണ്. അപ്പോൾ ഇവർ രണ്ടാളും കൂടി അത് മുഖത്തൊക്കെ പൗഡർ പോലെ ആക്കിയിട്ട് കൊണ്ട് തേക്കുകയാണ്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ബ്യൂട്ടീഷ്യൻ ചെയ്ത് കൊടുക്കണ്ടേ. അമ്പലം ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് ആദ്യമൊക്കെ വേറൊരു വൈബായിരുന്നു കേട്ടോ. ഫുള്ള് പ്രായമുള്ള ആൾക്കാരല്ലേ. പ്രായം മീൻസ് അത്ര പ്രായമായിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ അമ്മമാരൊക്കെ അല്ലേ. അപ്പോൾ അത് വേറൊരു ഇതിൽ പോകുന്ന ഒരു വീടായിരുന്നു. ഞങ്ങളൊക്കെ വലുതായതിന് ശേഷമാണ് ഇവരൊക്കെ ഇങ്ങനെ മാറിയത് കേട്ടോ. ഇപ്പം ഇവരെല്ലാറ്റിനും വരും, എല്ലാത്തിനും കൂടെ സപ്പോർട്ടിന് ഉണ്ടാവും എന്നുള്ള അങ്ങനത്തെ പേരൻസായി മാറിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ അമ്മമാരും അച്ഛന്മാരൊക്കെ. കാലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ തലമുറകൾക്കനുസരിച്ചിട്ട് നമ്മൾ വലിയവരും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. അപ്പം ഞങ്ങളുടെ മക്കളൊക്കെ മാറുമ്പോൾ വലുതാവുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചിന്താഗതികൾ കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം.
അപ്പോഴും മാത്രമാണ് നമ്മൾ വീട് ഉണരുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചെറുതായിട്ടെങ്കിലും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, മനസ്സിലാക്കാൻ പഠിക്കുക, ഇതൊക്കെ ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ ഇങ്ങനെ വിട്ട് നിൽക്കുകയാണോ, ഞങ്ങളൊക്കെ വലിയ ആൾക്കാർ, ഞങ്ങൾ കളിച്ചോളി എന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് രസമുള്ളതല്ലേ. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അവരൊക്കെ കൂടിയപ്പം അതൊരു ഭയങ്കര ഒന്നുകൂടി സന്തോഷം ഇരട്ടിയായി മാറി. അങ്ങനെയല്ലേ ഉണ്ടായത്. അപ്പോൾ ഇവിടെ മക്കളോട് മാത്രമല്ല, ഇപ്പോൾ വീട്ടിൽ വന്ന് കയറുന്ന മക്കളാണ്, മരുമക്കളോടാണെന്നുണ്ടെങ്കിലും ഒക്കെ അവരൊക്കെ വേറെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്, നമ്മളെ വീട്ടിലേതായി മാറിയ കുട്ടികൾ. അപ്പോൾ നമ്മളെ വീട്ടിലേത് ആക്കിയെടുക്കുക എന്നുള്ളതാണ്, അവിടെയാണ് ഒരു വീടിൻ്റെ സക്സസ് എന്നുള്ളത് നടക്കുന്നത്. അല്ലാതെ കുറേ റെസ്ട്രിക്ഷൻസും കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കി സന്തോഷമായിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ചിലപ്പോൾ മുതിർന്നവരുന്നോ പ്രായം കുറഞ്ഞവരുന്നോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ വലിയവർ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ക്ഷമിച്ചു കൊടുക്കേണ്ടി വരും. ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞ് മറ്റേ മസിലും പിടിച്ചിരിക്കുന്നതിനേക്കാളും എവിടെയെങ്കിലും ഒന്ന് താഴ്ന്നു കൊടുക്കേണ്ടൊക്കെ വരും വലിയ ആൾക്കാർ. ഞങ്ങൾ പ്രായത്തിന് മൂത്തവരാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അവർ പരമാവധിയൊക്കെ അനുസരിച്ചിട്ടും എന്താ പറയുക, പരമാവധിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആർക്കാ പറ്റാത്തതല്ലേ. ഇപ്പോൾ ഒരു കുടുംബം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താഴ്ന്നും ഒക്കെ കൊടുക്കേണ്ടി വരും, ക്ഷമിച്ചും ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പം മാത്രമേ നന്നായിട്ട് പോകുള്ളൂ. ഇപ്പം ഞങ്ങൾ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും കുറേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ. പക്ഷെ എല്ലാവരും അത് മനസ്സിലാക്കി വേണ്ടാത്തതൊക്കെ അപ്പം തന്നെ കളഞ്ഞ്, എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി, ഇപ്പോൾ എന്തെങ്കിലും വിഷമങ്ങൾ ആരെങ്കിലും വഴിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ കണ്ടില്ല കേട്ടില്ല വെച്ച് ക്ഷമിച്ച് അവർക്ക് വേണ്ടിയിട്ട്, നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും ഒക്കെ റെഡിയാവണം. ഒരാൾ മാത്രം ഇങ്ങനെ താന്നും ക്ഷമിച്ചും മനസ്സിലാക്കിയും പോകുന്നതല്ല ഒരു കുടുംബം എന്ന് പറയണതല്ലേ. നമ്മളെല്ലാവരും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളിലും ഇത് കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇപ്പം ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഈ 33 വയസ്സ് ഉള്ള ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ടാണ് പല കാര്യങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇപ്പം എൻ്റെ ഫാമിലീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മളൊക്കെ അതൊക്കെ എന്താ പറയുക, അതിനനുസരിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഇത്രയും സന്തോഷമായിട്ട് പോണത്. അപ്പോൾ ഇതുപോലെ എല്ലാ കുടുംബങ്ങളിലും ആവണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും അതൊക്കെ തന്നെ ആവും ആഗ്രഹമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആവട്ടെ. നമ്മളെല്ലാവരും നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നവരാവട്ടെ. അപ്പോഴല്ലേ ജീവിക്കുന്നതിന് ഒരു അർത്ഥമുള്ളൂ അല്ലേ. അപ്പോൾ ഇതെൻ്റെ ചെറിയ മേമയാണ് കേട്ടോ. ഇതോട് കൂടിയിട്ട് നമ്മൾ കലാപരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൂടിക്കോ. നെക്സ്റ്റ് വ്ളോഗായിട്ട് ഞാൻ വേഗം വരാം കേട്ടോ.